കണ്ടോ? ഹായ് ഗൈസ്, ടെക് മോട്ടോ ട്രാവലർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വണ്ടിയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് നാളായിട്ട് കേട്ടിരിക്കുന്ന ഒരു പേരാണ് KTM. ഇപ്പോൾ KTMൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു സബ് ബ്രാൻഡായ ഹസ്ക്വറിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1600 സ്വീഡനിൽ തുടങ്ങിയൊരു കമ്പനിയാണ് ഹസ്ക്വറിന. പിന്നീട് അവർ 1903 കൂടി മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഹസ്ക്വറിന പല ബ്രാൻഡുകളുടെ കയ്യിൽ നിന്നും കൈമാറിയാണ് ഇപ്പോൾ KTMൻ്റെ കയ്യിലെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് BMW ആയിരുന്നു ഹസ്ക്വറിനയുടെ ഓണേഴ്സ്. ഇപ്പോൾ KTM ആണ് ഹസ്ക്വറിന ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഹസ്ക്വറിനയുടെ 2 വണ്ടികളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് വിറ്റ്പിലിൻ, ഒന്ന് സ്വാറ്റ്പിലിൻ. വിറ്റ്പിലിൻ എന്ന് പറയുന്നത് വൈറ്റ് ആരോ എന്നാണ് സ്വീഡിഷ് ഭാഷയിൽ അവർ ഉദ്ദേശിക്കുന്നത്. സ്വാറ്റ്പിലിൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആരോ. ആ സ്വാറ്റ്പിലിനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹസ്ക്വറിനയുടെ സ്വാറ്റ്പിലിൻ 250. ബ്ലാക്ക് ആരോ എന്ന് പേര് പറയുന്ന പോലെ തന്നെ വണ്ടി കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്കാംബ്ലർ ലുക്കിലാണ് വണ്ടി ഹസ്ക്വറിന മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടി കാണുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ മൊത്തം പോകുന്നത് ഈ റൗണ്ട് ഹെഡ്ലൈറ്റ്സിലേക്കാണ്. ഈ ഹെഡ്ലൈറ്റ്സ് ഇത് അവർ ഫൈബർ പാർട്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വൈറ്റ് DRLs ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ LED ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡിമ്മും ഒന്ന് ബ്രൈറ്റ് ആയിട്ടാണ്. പിന്നെ KTMൻ്റെ ബ്രാൻഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും ഇൻഡിക്കേറ്റേഴ്സോ ഹെഡ്ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും KTMമായിട്ട് സാമ്യമില്ല. പക്ക ഒരു പ്രീമിയം ലുക്കിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും ഹസ്ക്വറിന മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 8 സ്പോക്കോട് കൂടിയിട്ടുള്ള അലോയ് വീൽസാണ് സ്വാറ്റ്പിലിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈബ്രയുടെ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ. ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ WP അപ്പെക്സിൻ്റെ 43 mm വരുന്ന അപ്സൈഡ് ഡൗൺ ഫോക്സാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ഡ്യുവൽ പർപ്പസ് MRFൻ്റെ റെഫ്സിൻ്റെ 110/70 R17 ടയേഴ്സാണ്. ഈ ഫോക്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയുടെ റൈഡിങ് കോൺഫിഡൻസ് കൂട്ടി തരുന്നത്. കുറച്ച് ഹാർഡർ സൈഡിലേക്കാണ് സസ്പെൻഷൻ, സോഫ്റ്റ് അല്ല. എന്നാലും ഇതിൻ്റെ ഒരു റൈഡിങ് മാനേഴ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഫോക്സാണ്. സ്വാറ്റ്പിലിൻ്റെ സൈഡ് വ്യൂ എന്ന് നമ്മൾ നോക്കുമ്പോൾ പക്ക ഒരു സ്ക്രാംബ്ലർ, അതാണ് വണ്ടിയെ പറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ പറയാനുള്ളത്. പിന്നെ വണ്ടി അത്യാവശ്യം എന്താ പറയുക സ്ലീക്കായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ഭയങ്കര സ്ലിമ്മായിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വണ്ടിയുടെ ടാങ്കിൻ്റെ സൈഡ് കവർ. ഇത് ഒറ്റ സിംഗിൾ പീസാണ് ഇവിടെ തൊട്ട് ഇവിടം വരെ. അധികം ഗ്രാഫിക്സോ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ടൊരു സ്റ്റിക്കേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെയാണ് സ്വാറ്റ്പിലിൻ്റെ ബാഡ്ജിങ് വരുന്നത്. പിന്നെ ഈ ലഗേജ് റാഗ് സ്വാറ്റ്പിലിൽ കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് വരുന്നത്. ടാങ്കിന് ശേഷം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ട്രെയിലിസ് ഫ്രെയിമാണ്. ഇത് നമ്മൾ ഡ്യൂക്ക് 250 മറ്റേ കണ്ട പോലെ KTMൻ്റെ തന്നെ മാനുഫാക്ചർ ചെയ്ത ഒരു ട്രെയിലിസ് ഫ്രെയിമാണ്. പിന്നെ നമുക്ക് കാണുന്ന ഫുഡ് പാക്സും കാര്യങ്ങളെല്ലാം ഇതൊരു അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന സ്വിംഗ് ആം, ഇത് നമ്മൾ KTMൻ്റെ മിക്ക വണ്ടികളിലും കണ്ട പോലെ തന്നെ അലൂമിനിയം സ്വിംഗ് ആമാണ്. സോ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സ്വിംഗ് ആം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മോണോഷോക്കാണ്. WPയുടെ തന്നെ മോണോഷോക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് വെച്ച പോലെ തോന്നുന്ന ഒരു സൈലൻസർ പോർഷനാണ് അവർ ഹസ്ക്വറിന സ്വാറ്റ്പിലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടെയിൽ ലൈറ്റ്. ഇതിൽ ഈ പോർഷൻ നമുക്ക് എപ്പോഴും കീ ഓൺ ആകുമ്പോൾ തന്നെ ഓണായി കിടക്കുന്ന ലൈറ്റാണ്. ഇതാണ് നമുക്ക് ബ്രേക്കിൻ്റെ ലൈറ്റ്സ് വരുന്നത്. ഈ 5 ബ്രേക്കിൻ്റെ ലൈറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഒരു ടെയിൽ ടൈഡിയൊക്കെ ചെയ്ത പോലത്തെ ഒരു ലുക്കാണ് ബാക്കിൽ നിന്ന് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മഡ് ഗാർഡ് വരുന്നത് ഈ ഒരു പീസിലായിട്ടാണ്. ഇതിലാണ് നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. മഡ് ഗാർഡൊക്കെ നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ മഡ് ഗാർഡിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണെങ്കിലും മറ്റേ ഇരുമ്പിൻ്റെയാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ചുള്ള സാരി ഗാർഡും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്.
ബാക്കിലെ ടയർ നമുക്ക് വരുന്നത് MRFൻ്റെ ഡ്യുവൽ പർപ്പസ് ടയറാണ് വരുന്നത്. അത് 150/60 R17 ടയേഴ്സാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഡ്യുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡായിട്ട് സ്വാറ്റ് പില്ലിൽ വരുന്നത്. സ്വാറ്റ് പില്ലിൽ നമുക്ക് ABS സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഫ് റോഡിൽ സൂപ്പർ മോട്ടോ മോഡിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ സിംഗിൾ ചാനൽ ABS ആയിട്ട് നമുക്ക് സ്വാറ്റ് പില്ലിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഈ സൈലൻസറിൻ്റെ പ്രൊട്ടക്ഷൻ ഭാഗത്തൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. സൈലൻസിൻ്റെ അകത്തുള്ള കാറ്റലിറ്റിക് കൺവേർട്ടറും കാര്യങ്ങളെല്ലാം നമുക്ക് ആ സ്റ്റീലിൻ്റെ അകത്തേക്ക് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വാറ്റ് പില്ലിനാണ് നമുക്ക് ഈ കാണുന്ന യെല്ലോ ലൈൻസ് വരുന്നത്. സ്വിറ്റ് പില്ലിനാണെങ്കിൽ അത് വൈറ്റ് ആയിരിക്കും. ഈ റേഡിയേറ്ററിൽ കാണുന്ന ഈ യെല്ലോ ലൈൻസും അതുപോലെ തന്നെ സീറ്റിൽ കാണുന്ന ഈ യെല്ലോ സ്റ്റിച്ചിങ്ങും എല്ലാം സ്വാറ്റ് പില്ലിൻ്റെയാണ്. സീറ്റ് അത്യാവശ്യം ലോങ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, പക്ഷേ വിഡ്ത്ത് കുറച്ച് കുറവാണ്. ഹസ്ക്വയറിന ധാരാളം മോട്ടോക്രോസ് ബൈക്കുകൾ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നേച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സീറ്റിൽ തോന്നും. അതുപോലെ തന്നെ കുറച്ച് ലോങ് ആയിട്ടാണ് ടാങ്കിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് സീറ്റായിട്ടാണ് സ്വാറ്റ് പില്ലിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, പക്ഷേ വിഡ്ത്ത് കുറച്ച് കുറവാണ്. സോഫ്റ്റ് സൈഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്കാ സോഫ്റ്റ് അല്ല, എന്നാൽ ഒരുപാട് ഹാർഡല്ല. നമ്മൾ RC പോലുള്ള വണ്ടികളുടെ അത്രയും ഹാർഡോ കാര്യങ്ങളോ ഒന്നും അല്ല സ്വാറ്റ് പില്ലിൻ്റെ സീറ്റ് വരുന്നത്. സ്വാറ്റ് പില്ലിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 9.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ടിപ്പിക്കൽ KTMൽ കണ്ടിട്ടുള്ള അതേ സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇതാണ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച്. ഒരു ഡിമ്മ് ബ്രൈറ്റ്. ഇവിടെ ആയിട്ട് നമുക്കൊരു പാസ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതാണ് ഇൻഡിക്കേറ്റർ, ഇത് ഹോൺ. ആണ് നമ്മുടെ സ്വാറ്റ് പില്ലിൻ്റെ മിറേഴ്സ് വരുന്നത്. സർക്കിളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ് മിറേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള. പിന്നെ വണ്ടി ഹൈർ ബസ്സിലേക്ക് കയറുമ്പോൾ കാര്യമായിട്ടുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും മിറേഴ്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ സർക്കിളിന് കോമ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ നമുക്ക് ഡയലും റൗണ്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിവിടെ സാരി ഗാർഡുണ്ട്. അതുപോലെ തന്നെ ഇത് പില്ലിൻ്റെ ഫുഡ് റെസ്റ്റാണ്. ഇത് റൈഡറിൻ്റെ ഫുഡ് റെസ്റ്റ്. നമുക്ക് ഗിയർ കാണാം. അതുപോലെ തന്നെ ആ ട്രേസ് ഫ്രെയിമിൻ്റെ ഈ സൈഡാണ് ഇത്. സ്വാറ്റ് പില്ലിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 842 mm ആണ്. അപ്പം ഞാൻ 5'7" ആണ്. എനിക്ക് ഫുള്ളായിട്ട് കാല് കുത്താൻ പറ്റുന്നില്ല, എന്തായാലും ഒരു ഹാഫ് ആയിട്ട് കുത്താൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈഡർ പൊസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഫുഡ് പാക്സ് കുറച്ച് റിയർ സെറ്റാണ്, എന്നാൽ തന്നെ ഹാൻഡിൽ ബാസ് എല്ലാം സ്ട്രൈറ്റ് ആണ്. നമുക്ക് നേരെ ഇരുന്ന് നിവർന്നിരുന്ന് ഓടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്വാറ്റ് പില്ലിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിറ്റ് പില്ലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കഫേ റൈസർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള പൊസിഷനാണെന്നാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി. അപ്പോൾ അതിന് അടുത്ത തവണ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുമ്പോൾ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ബാക്കി വണ്ടിയുടെ എൻജിൻ സ്പെക്കും കാര്യങ്ങളെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കും. ഇതാണ് നമ്മുടെ സ്വാറ്റ് പില്ലിൻ്റെ മീറ്റർ വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലാമ്പാണ് കാണുന്നത്. ഇത് എൻജിൻ വാർണിംഗ് ലാമ്പ്. RPMൻ്റെ റെഡ് ലൈൻ ചെയ്യുമ്പോൾ ഉള്ള ലാമ്പാണിത്. ഇത് ന്യൂട്രലിൻ്റെ. പിന്നെ നമുക്കിവിടെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്, അതുപോലെ തന്നെ ABSൻ്റെ. ഇവിടെയാണ് നമ്മുടെ RPM വരുന്നത്. ഇത് നമ്മുടെ ഹീറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് നമ്മുടെ ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇത് ടൈം. 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. സർവീസ് വാർണിംഗ് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് വാർണിംഗ്. ഫ്യൂവൽ റേഞ്ച്. ഇതാണ് നമ്മുടെ സ്പീഡ് കാണിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഇത് നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സാണ്. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും ഉള്ള സാധാരണ KTM കാണുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ ഹസ്ക്വയറിനയിലും വരുന്നുണ്ട്. ഹസ്ക്വയറിന സ്വാറ്റ് പില്ലിൻ്റെ എൻജിൻ വന്നിട്ട് നമ്മുടെ ഡ്യൂക്ക് 250 കണ്ടുകൊണ്ടിരുന്ന ആ സെയിം എൻജിൻ തന്നെയാണ്. 248.7 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് 4 വാൽവ് DOHC ലിക്വിഡ് കൂളിംഗ് എൻജിനാണ് നമുക്ക് സ്വാറ്റ് പില്ലിൽ വരുന്നത്.
ഈ എൻജിൻ 9,000 RPM 30 PS പവറും അതുപോലെ തന്നെ 7,500 RPM 24 Nm ടോർക്കുമാണ് 7,500 RPM ഈ എൻജിൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് സ്ലിപ്പർ ക്ലച്ച് ആയിട്ടുള്ള ഗിയർ ബോക്സാണ് വരുന്നത്. ഗിയറിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്ക KTM പോലെ തന്നെ ക്രിസ്പാണ്, കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. ഇതുവരെ ഒരു ഫാൾസ് ന്യൂട്രൽസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ക ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീലും ഫീഡ്ബാക്കും ഉള്ള ബ്രേക്സാണ്. KTMൻ്റെ ബ്രേക്സ് എല്ലാം തന്നെ പൊതുവെ അങ്ങനെയാണ്, അത്യാവശ്യം നല്ല ഫീലും ഫീഡ്ബാക്കും ഉള്ള, നമുക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് എവിടെ കിട്ടണം എന്നുള്ള കാൽക്കുലേഷനിൽ പിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്സാണ് ഹസ്ക്വയറിനേക്ക് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. സ്വാഡ്പില്ലിൽ നമുക്ക് സ്വിച്ചബിൾ ആണ് ABS വരുന്നത്. ക്ലച്ച് ഫീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റാണ്. KTMൻ്റെ ചില ബൈക്സുകളുടെ അത്രയും ഹാർഡൊന്നുമല്ല, ലൈറ്റ് ക്ലച്ചാണ് വരുന്നത്, സ്ലിപ്പർ ക്ലച്ചാണ്. നമുക്ക് ഹാർഡ് ഷിഫ്റ്റ് ഡൗൺ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ സ്വാഡ്പില്ലിൻ്റെ റൈഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 250cc സെഗ്മെൻറ്റിൽ KTM ഡ്യൂക്ക് 250 ആണ് ഏറ്റവും പവർഫുള്ള്. അതേ പവർ ഫിഗേഴ്സാണ് സ്വാഡ്പില്ലിനും ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഡ്യൂക്ക് 250 കുറച്ചും കൂടി പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്വാഡ്പില്ലിൻ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പില്ലിയനാക്കി വെച്ചിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പില്ലിയൻ ഇരിക്കുമ്പോഴും എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂക്ക് 250 നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, സ്മൂത്തായിട്ട് കയറുന്ന പോലെയാണ് BS6 തോന്നുന്നത്. പക്ഷേ BS3 ഉള്ള ആ ഒരു റോ ഫീല് കുറച്ചും കൂടി കിട്ടുന്നത് ഹസ്ക്വയറിൻ്റെ വണ്ടികളിലാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പക്ക ക്രിസ്പായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ഒന്നും അത്ര കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. ടയർ ലോക്കോ കാര്യങ്ങളൊന്നും സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ക ബ്രേക്കിംഗ് ആണ്. നമുക്കിപ്പോൾ റിയർ വ്യൂ മിറേഴ്സിലും നോക്കിയിട്ടൊന്ന് ബ്രേക്ക് പിടിച്ച് നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്ന ബ്രേക്കിംഗ് ആണ്. പിന്നെ 250 പോലെ അത്ര സോഫ്റ്റ് ആണോ, ടൂറിങ്ങിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കുറച്ച് ഹാർഡർ സൈഡാണ്. പിന്നെ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് 7,500 കിലോമീറ്ററിൽ KTM പോലെ തന്നെയാണ്. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ KTM ആയിട്ട് സെയിം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് പാർട്സും കാര്യങ്ങൾ വരുന്നതാണെങ്കിലും KTM ഡ്യൂക്ക് 250 തന്നെ പാർട്സാണ് വരുന്നത്. ബോഡി പാനലും കാര്യങ്ങളെല്ലാം ഹസ്ക്വയറിൻ്റെ സെപ്പറേറ്റ് ആണെങ്കിലും എൻജിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സും കാര്യങ്ങളെല്ലാം വരുന്നത് KTM ഡ്യൂക്ക് 250 ആണ്. നമുക്കപ്പോൾ ഒന്ന് വലിച്ചെടുത്ത് നോക്കാം വണ്ടി പവറും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ് ബൈക്ക്. പിന്നെ വണ്ടി വളരെ ലൈറ്റാണ്, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കെന്താ പറയുക, കുറച്ചും കൂടി ഒരു റോ ഫീല് KTM ഡ്യൂക്ക് 250 കുറച്ചും കൂടി റോ ഫീല് കിട്ടുന്നുണ്ട്. ലോ എൻഡ് നല്ല ടോർക്കിയായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മിഡും ഹൈയും എല്ലാം നല്ല ടോർക്കാണ്. നമുക്ക് 250 ഓടിക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എൻഡ് കുറച്ച് കുറവാണ്, ഹൈ എൻഡിലേക്ക് വരുമ്പോഴാണ് കിടുവാകുന്നതെന്നൊരു തോന്നുന്നുണ്ട്. പക്ഷേ ഹസ്ക്വയറിന് അങ്ങനെയല്ല, ലോയും മിഡും എല്ലാം നല്ല പഞ്ചിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി നല്ല റോ ഫീലാണ് വണ്ടി. പിന്നെ മൈലേജിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ
30-35 കമ്പനി ഇതിന് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. നമുക്കിവിടെ ഒന്ന് തിരിച്ച് ഒന്നും കൂടി ഒന്ന് പോയി നോക്കാം. സസ്പെൻഷൻ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഒരുപാട് ഹാർഡല്ല, എന്നാലും എന്താ പറയുക, അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്ന സസ്പെൻഷനാണ്. ഹാർഡിൽ നമുക്കൊരു 5/4 അല്ല, ഒരു 3.5 റേറ്റിംഗ് കൊടുക്കാം. കാരണം ഞങ്ങൾ 2 പേരിരുന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റാണ്. പക്ഷേ നമുക്കൊട്ടും കോൺഫിഡൻസ് മിസ്സാവുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. നമുക്ക് 6th ഗിയറിൽ ഒന്ന് അത്യാവശ്യം നല്ല സ്ലോ ആയാലും വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. വണ്ടി ഇത്രയും ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഫൺ ടു ഡ്രൈവായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി എന്താ പറയുക, വണ്ടി വളരെ ലൈറ്റാണ്. നമുക്ക് എന്താ പറയുക, 6 ആക്ക് അടിച്ചാലും കുത്തി കയറ്റി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലാണ് വണ്ടിയുടെ വെയിറ്റ്, അത്രയും കുറവാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. നമ്മുടെ നാട്ടിലെ വലിയ ഹംസൊക്കെ നോക്കിയെടുത്തില്ലെങ്കിൽ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ പറയുക, ഫസ്റ്റ് എല്ലാ ഗിയേഴ്സും നമുക്ക് നല്ല റബ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പൊളിച്ച് ഓടിക്കാൻ പറ്റിയ മൂടെന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് വണ്ടിയുടെ ഒരു റൈഡിങ് വരുന്നത്. എല്ലാ ഗിയേഴ്സും നല്ല പവർഫുള്ളാണ്. എന്താ പറയുക, ഒറ്റ ഗിയർ നമുക്കങ്ങനെ വെറുതെ ലാഗിയാണ് എന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഹൈവേ കൂടെ ഒന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല, നമ്മുടെ ലോക്കൽ റോഡുകളിൽ കൂടെയാണ് കൂടുതൽ ഓടിച്ചത്. ഹൈവേ റൈഡ്സ് അധികം നമ്മൾ ഓടിച്ചില്ല, നമുക്ക് അതിനുള്ളൊരു ചാൻസ് ഇപ്പോൾ കിട്ടിയില്ല. എന്നിരുന്നാലും ഹൈവേയിൽ 2 പേരുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഹൈ സ്പീഡുകളിലേക്ക് കയറുമ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് കാറ്റ് പിടിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ആർക്കൊക്കെ വണ്ടി കൂടുതൽ ചേരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RC അതുപോലത്തെ സ്പോർട്സ് ബൈക്കുകൾ കുറേ യൂസ് ചെയ്ത് അതിനുശേഷം RC 200 അല്ലെങ്കിൽ R15 V3 ഒക്കെ ഓടിച്ച് ഇനി കുറച്ചും കൂടി കംഫർട്ടായിട്ടൊരു വണ്ടി നോക്കണം. സിറ്റിയാണ് മെയിൻ യൂസ്, ലോങ് അധികം വരുന്നില്ല, സിറ്റിയാണ് മെയിൻ യൂസ്, ലുക്സിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സ്വാഡ്പിലിന് അടിപൊളി ഒരു ചൂസാണ്. കാരണം വണ്ടി വളരെ ലൈറ്റാണ്. നമുക്ക് സിറ്റിയുടെ അകത്തൊക്കെ ഫിൽട്ടർ ചെയ്യാനായാലും കണ്ടോ, സിറ്റിയുടെ അകത്തൊക്കെ ഫിൽട്ടർ ചെയ്യാനായാലും വണ്ടി കയറുന്നതായാലും എല്ലാം നല്ല പക്കയായിട്ടാണ്. പിന്നെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് ലുക്സിന് പ്രാധാന്യം കൊടുത്ത് അധികം സിറ്റി റൈഡുകളും ലോങ് റൈഡുകൾ അധികം പോവാതെ ലോങ് റൈഡ് പോകുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ കൂടുതൽ സിറ്റിക്ക് ഇണങ്ങുന്ന ഒരു ബൈക്കായിട്ടാണ് സ്വാഡ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും ചോദിക്കുന്നുണ്ട്, എടാ വണ്ടി ഏതാണ്, എത്രയാണ് റേറ്റ്, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അടിപൊളി ഒരു പവർഫുൾ ടോയ് പോലത്തെ ഒരു മെഷീൻ. നമുക്ക് എന്താ പറയുക, വളരെ ലൈറ്റായിട്ട് ആരും എന്താ പറയുക നോക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ ടയേഴ്സ് നല്ല ഗ്രിപ്പിയാണ്, ഓൾ വെതർ ടയേഴ്സാണ്, ഡ്യുവൽ പർപ്പസ് ആണ്, റോഡിലായാലും ഓഫ് റോഡിലായാലും നല്ല ഗ്രിപ്പാണ്. അപ്പോൾ ലൈറ്റായിട്ട് കാണാൻ അടിപൊളി ഒരു ലുക്ക് വേണം, ആൾക്കാർ നോക്കണം, അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് കുറച്ച് നല്ല ലുക്സ് വേണം. ഒരു സ്ക്രാംബ്ലർ ലുക്കാണ് നമുക്ക് താല്പര്യം. നല്ല പവർഫുള്ളായിരിക്കണം. ഇപ്പോൾ വരുന്ന BS6 കുറച്ചും കൂടി ഒരു റോ ഫീൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹസ്ക്വയറിനയുടെ സ്വാഡ്പിൽ നല്ലൊരു ചൂസാണ്. സീറ്റിംഗ് കംഫർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ പക്കയാണ്. നമ്മൾ ഷോർട്ട് റൈഡ്സിനെല്ലാം അടിപൊളിയാണ്. ലോങ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സീറ്റ് വിട്ട് അധികം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ലോങ് റൈഡ്സ് നമുക്കൊരു ജെല്ലി സീറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആക്കാം. പിന്നെ ബാക്ക് സീറ്റിൽ ഒരാളിരിക്കുമ്പോഴായാലും വണ്ടി നല്ല പഞ്ചിയായിട്ട് കയറുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പില്ലിയൺ വെച്ചാണ് റൈഡ് ചെയ്തത്, വണ്ടി നന്നായിട്ട് കയറുന്നുണ്ട്, അതിലൊന്നും ഒരു കുറവില്ല. മൈലേജ് ഏകദേശം 30-35 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സർവീസ് പീരീഡും KTM ഒക്കെ പോലെ തന്നെ 7500 കിലോമീറ്ററിലാണ് സർവീസും കാര്യങ്ങളും. കോസ്റ്റും കാര്യങ്ങളെല്ലാം KTM പോലെ തന്നെയായിരുന്നു വരുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു റെട്രോ ലുക്കുള്ള എന്നാൽ മോഡേൺ ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള ഒരു അടിപൊളി പിക്കാണ് സ്വാഡ്പിൽ. പിന്നെ വാങ്ങാൻ താല്പര്യമുള്ളവരോട് പറയുകയാണ്, എല്ലാവരും ഒന്ന് ഓടിച്ച് നോക്കുക. അത്യാവശ്യം ഒരു 2-3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡി പോസ്ചറിന് ചേരാത്ത വണ്ടി നമ്മളെടുത്തിട്ട് വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, 2-3 കിലോമീറ്റർ ഓടിച്ച് നോക്കുക. ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് KTM അങ്കമാലി ഷോറൂമിൽ നിന്നാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്.
നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്തത്. ഞാൻ ഇവരുടെ കോൺടാക്ട്സും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. KTM അങ്കമാലി ഷോറൂമാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം തന്നത്. അപ്പോൾ ലാസ്റ്റ് വേർഡായിട്ട് പറയാനുള്ളത്, വളരെ ഒതുക്കമുള്ള, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന, വളരെ ടേൺ റേഡിയസ് എല്ലാം കുറഞ്ഞ് എന്നാൽ പൊളിച്ചു ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള ടീമുകൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്.